പാട്ട് പാടുക. മറ്റേ പാട്ട് പാടാൻ ഫൈസൽ ചുങ്കത്തറ. നിനക്ക് വല്ല കാര്യമുണ്ടോ? അവന്മാരെ അടിയും മേടിച്ചോണ്ട് വരാം. നിനക്ക് ഇതില് ഭ്രാന്തുണ്ടോ? നിന്റെ ഫാമിലി കണ്ടാലും മക്കള് കണ്ടാലൊക്കെ എന്ത് വിചാരിക്കും? ഉപ്പ അടി മേടിക്കാൻ വേണ്ടി പോയി നിന്റെ വൈഫ് കണ്ട എന്ത് വിചാരിക്കും? സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി നീ കാൽനട യാത്ര നടത്തി ആരടുത്തേക്ക്? നമ്മൾ തൊപ്പിന്റെ അടുത്തേക്ക്. അപ്പൊ തൊപ്പി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിന്നെ ഷാജാന് വിളിച്ചു. ഷാജാന് വിളിച്ചെന്തിനാ? നിന്റെ സ്നേഹം കൊണ്ടൊന്നല്ല, തൊപ്പിക്കിട്ടൊരു പണി. അവന്റെ പേഴ്സൺ അവനെ ഇൻസൾട്ട് ചെയ്യാൻ. ഒരാളെ ഇൻസൾട്ട് ചെയ്തും കൊണ്ടില്ലേ വീണ്ടും ഒരു ഇൻസൾട്ടാന്നും പറഞ്ഞുള്ള ഒരു തെളിവാണ് നിന്റെ ഇത്. എന്തിനാ അടികൊള്ളാൻ വേണ്ടി പോകുന്നത്? ഒരുപാട് ആൾക്കാരുണ്ട് ഈ അടികൊള്ളാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് പോകുന്നത്. നിനക്കെല്ലാം ഭ്രാന്തുണ്ടോ? നിനക്ക് വലിയ ഭ്രാന്തുണ്ടോ? വെറുതെ കാര്യമില്ലാത്ത കാര്യത്തിനെ പറ്റി അടി കൊണ്ടിട്ട് കുടുംബത്തിലേക്ക് പോലും നിങ്ങൾ കയറ്റൂല. നാണക്കെട്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു നമ്മൾ വിചാരിക്കുന്നതിനായിട്ട് അപ്പുറമുള്ള ഒരു സംഭവമാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ നിന്നെ ഇങ്ങനെ അടി കൊണ്ടിട്ട് വേണം നമുക്ക് ഫാൻസ് ആവാൻ. പോയി ചത്തൂടെ ഭായി, പോയി ചത്തൂടെ. നീ ആണാണെങ്കിൽ ആ പോത്ത് സാജാൻ അവന്റെ നല്ല അടിയാണ് നിനക്ക് കിട്ടിയത്. അവന്റെ കൈക്ക് നല്ല തൈമ്പുണ്ട്. അവൻ പോത്തിനെ പിടിക്കുന്ന ആ പോത്തിനെ നീ ഒരു അടി അടിച്ചിട്ട് നീ ഒരു വീഡിയോ ഇടുക. അത്ര ആണാണെങ്കിൽ അത് കാര്യമായിട്ട് ഒരു അടി ഇട്ട് എന്നാ നിന്നെ സമ്മതിക്കുക. അല്ലാതെ നീ എപ്പോഴും ചച്ച ചെയ്യാൻ